ഭാഗം 3. അടുത്ത ലക്ഷ്യസ്ഥാനം മറയൂറായിരുന്നു. ഇരവിക്കുളത്തു നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴിയിലാണ് ലക്കം വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. ആ വേനൽക്കാലത്തും നല്ല വെള്ളമുണ്ടായിരുന്നു. മൂന്നാറിൽ നിന്നും 42 കിലോമീറ്റർ ദൂരെയാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ 42 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുമ്പോൾ നാട്ടിലെടുക്കുന്ന സമയം പോരാ ഹൈ റേഞ്ചിൽ യാത്ര ചെയ്യുമ്പോൾ. മറയൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച മറയൂർ ചന്ദനക്കാടുകളാണ്. പ്രകൃതിദത്തമായ ചന്ദനക്കാടുകളുള്ള കേരളത്തിലെ ഏക സ്ഥലമാണ് മറയൂർ. ചന്ദനവും അതിൻ്റെ എണ്ണയും സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചന്ദന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നതും മറയൂരിലാണ്. ചന്ദന ഡിപ്പോയുടെ ഭാഗമായിട്ടാണ് ചന്ദന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ചന്ദനമരത്തിൻ്റെ ശാസ്ത്രനാമം സാന്താനം ആൽബം എന്നാണ്. സുഗന്ധമുള്ളതും മഞ്ഞ നിറമായിട്ടുള്ളതുമായ ഒരു ഹാർഡ്വുഡാണ് ചന്ദനം. ചന്ദനമരത്തിൽ നിന്നും വേരിൽ നിന്നുമാണ് ചന്ദനത്തൈലം ചന്ദന ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ചില ഔട്ട്ലെറ്റുകളിൽ ചന്ദനത്തൈലം ലഭ്യമാണ്. മറയൂരിൽ തന്നെയുള്ള കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പോയിൽ ചന്ദനത്തൈലവും ചന്ദന സോപ്പും ലഭ്യമാണ്. മൈസൂർ സാൻഡൽ സോപ്പ് പോലെ തന്നെയാണ് കേരള സാൻഡൽ സോപ്പും. അതുമാത്രമല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല ഉൽപ്പന്നങ്ങളും അവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ദ്രാവക സ്വർണം എന്നും ചന്ദനം അറിയപ്പെടുന്നു. വളരെ വില കൂടിയ ഒരു എണ്ണയാണ് ചന്ദനത്തൈലം. 5 ഗ്രാം സാൻഡൽ വുഡ് ഓയിലിന് 2500 രൂപയാണ് 2024 മെയ് മാസത്തിലെ വില. ഈ വില കാരണം അതിൻ്റെ വിൽപ്പന കമ്മിയാണ് എന്നാണ് ഡിപ്പോ സ്റ്റാഫ് പറഞ്ഞത്. അതുകൊണ്ട് ആവശ്യാനുസരണം മാത്രമാണ് ചന്ദന ഫാക്ടറിയിൽ ചന്ദനത്തൈലം ഉൽപ്പാദിപ്പിക്കുന്നത്. അമ്പലങ്ങളിലേക്കും പല മരുന്നുകൾക്കും ചന്ദനം ആവശ്യമുള്ളതിനാൽ നല്ല രീതിയിൽ ലേലം ചെയ്തു പോകുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഒരു ചന്ദന തൈകൾ വിൽക്കുന്ന ഔട്ട്ലെറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ചന്ദന തൈകൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി നടാം. മറയൂർ ഒരു മഴനിഴൽ പ്രദേശമാണ്. അതായത് മലയ്ക്കപ്പുറം വരുന്ന സ്ഥലങ്ങളിൽ മഴ കമ്മിയായിട്ടാണ് പെയ്യുന്നത്. കുറഞ്ഞ മഴയുള്ള കാലാവസ്ഥയാണ് ചന്ദനമരങ്ങളിലെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. അങ്ങനെയുള്ള നല്ല ചന്ദനമരങ്ങളിൽ നിന്ന് മാത്രമേ നല്ല എണ്ണ വേർതിരിച്ചെടുക്കാൻ കഴിയൂ. മരത്തിൽ നിന്നും വേരിൽ നിന്നുമാണ് എണ്ണ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്. 93 കിലോമീറ്റർ വിസ്തീർണമുള്ള മറയൂർ റിസർവ് വനത്തിൽ 60,000-ഓളം ചന്ദനമരങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശക്തമായ വേലികൾ വെച്ച് മരങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ മരങ്ങളുടെ സംരക്ഷണം വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്. മറയൂരിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. അയണും കാൽസ്യവും അടക്കമുള്ള ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഉള്ള ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. അത് പ്രകൃതിദത്തമായിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഗവൺമെൻറ് ഓഫ് കേരള കൾച്ചറൽ മിഷൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് ജാഗ്രി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ നടത്തിപ്പോകുന്നത്. ഇവിടുത്തെ ഉരുണ്ട ശർക്കരയാണ് ഇന്ന് വിപണിയിൽ ഏറ്റവും വിലയുള്ള ശർക്കര. മറയൂരിലും അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പാണ് ഈ ശർക്കരയുടെ പ്രധാന സ്രോതസ്. കരിമ്പ് അരച്ച് അതിൻ്റെ നീര് തിളപ്പിച്ച് വറ്റിച്ച് ശർക്കരയാക്കി ഉരുട്ടിയെടുക്കുന്നു. ബാക്കി വരുന്ന ചണ്ടി ഇതേ തോട്ടങ്ങളിൽ വളമായി ഉപയോഗിക്കും. പ്രകൃതിക്ക് വലിയ ദോഷമില്ലാത്ത രീതിയിലാണ് അവിടെ ഉൽപ്പാദനം നടക്കുന്നത്. ആ ഭാഗത്തുള്ള കരിമ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ആ ഒരു രുചി ശർക്കരയ്ക്ക് ഉണ്ടാകുന്നത് എന്നാണ് അവിടുത്തെ ഒരു ജോലിക്കാരൻ പറയുന്നത്. മറയൂർ ഒരു മഴനിഴൽ പ്രദേശമായതിനാൽ അവിടെ മഴ ഒരു അളവ് മാത്രമേ ലഭിക്കൂ. അതിനാൽ ഇവിടുത്തെ കാലാവസ്ഥ ഒരു പരിധിവരെ നിയന്ത്രിതമാണ്. അതിനാൽ മണ്ണിൻ്റെ pH മൂല്യം കരിമ്പിൻ്റെ ഉൽപ്പാദനത്തെ നല്ല രീതിയിൽ സഹായിക്കുന്നു. 1500 ഏക്കർ കരിമ്പ് കൃഷി മറയൂർ മേഖലയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 100 കിലോ കരിമ്പിൽ നിന്നും 60 കിലോ കരിമ്പ് ജ്യൂസ് ലഭിക്കും. അത് വറ്റിച്ചാൽ 9 കിലോ ശർക്കരയാണ് ലഭിക്കുന്നത്.
കരിമ്പിൻ്റെ ഉൽപ്പാദന ചെലവ് മാത്രം 1 കിലോ ശർക്കരയ്ക്ക് 60 രൂപ വരും. കരിമ്പിൻ്റെ നീര് വറ്റിച്ച് ശർക്കരയാക്കുന്നത് 40 രൂപ കൂടി ചെലവ് വരും. മൊത്തം 100 രൂപ മറയൂരിൽ 1 കിലോ ശർക്കര ഉണ്ടാക്കുന്നതിന്. പിന്നെ എങ്ങനെയാണ് മറയൂർ ശർക്കര വില കുറച്ച് വിൽക്കുന്നത്? ചിന്തിക്കൂ, യാഥാർത്ഥ്യം മനസ്സിലാക്കൂ എന്ന് എഴുതിയിട്ടുണ്ട് മറയൂർ ശർക്കര ഉൽപ്പാദന കേന്ദ്രത്തിൽ.